ഹായ് നമസ്കാരം, ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടതാണ്, പെട്ടെന്ന് അവിചാരിതമായിട്ട് കണ്ടതാണ്. ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഗുരുവായൂർ പോകാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗുരുവായൂർ പ്രദേശത്തൊക്കെ പോകാറുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് അടുത്ത് പോയിരുന്നു. ചില ദിവസം പോകാത്ത സമയത്ത് ഇങ്ങനെ മുന്നിലൂടെ വന്ന് ഈ മഞ്ജുളാലിൻ്റെ ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും. ചിലപ്പോൾ കയറാൻ പറ്റാറില്ല. അപ്പോൾ അവിടെ മഞ്ജുളാലിൻ്റെ മുമ്പിൽ ഒരു ഗരുഡൻ്റെ മുമ്പുണ്ടായിരുന്നതാണ്. ആ ഗരുഡൻ്റെ പ്രതിമ വീണ്ടും അത് ഭംഗിയാക്കാനുള്ള ഭാഗമായിട്ട് അവർ കെട്ടിപ്പൊതിഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു എന്ന് തോന്നുന്നു ഇന്ന്. അതിൻ്റെ കെട്ടി വെച്ചിട്ടുള്ള ആ തുണി മാറ്റുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങ് കണ്ടപ്പോൾ വളരെ വിഷമമായി. നിങ്ങളത് കണ്ടു നോക്കണം. കാരണം ഗുരുവായൂർ ദേവസ്വം ഭരിക്കുന്നു, എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, ഞാൻ വിചാരിക്കുന്നു ഗുരുവായൂർ ദേവസ്വം, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇതൊക്കെ ഭരിക്കുന്നത് ഇടതുപക്ഷം ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാനൊക്കെ ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു പണ്ട്. അവർക്ക് ജാതി മതവിശ്വാസം ഇല്ല. ഇടതുപക്ഷക്കാർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ പറയുക, ജാതി മതം ഒന്നുമില്ല, അമ്പലത്തിൽ പോവില്ല എന്നൊക്കെയാണ്. പക്ഷേ പലരും 90% ആൾക്കാരും പോണവരാണ്. അത്രയും എന്താ പറയുക, അത്രയും വലിയ സഖാക്കന്മാർ മാത്രമേ പോകാതിരിക്കുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളത്, ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇന്ന് ഈ ചെയ്ത ഈ സംഭവം, ഗരുഡൻ്റെ പ്രതിമയിലുള്ള ആ പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്ന ആ തുണിയിട്ട് മൂടിയത് എടുക്കുന്നത്, ആ തുണി മാറ്റുന്നത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞാൽ വിഷമമായിപ്പോയി. മോശം മാത്രമല്ല, അത് കാണുന്നവർക്കൊരു വിശ്വാസികൾക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് കാണിച്ചത്. ഇവർക്ക് ഈ സംഭവം, ഈ തുണിയിട്ട് മൂടിയുള്ളത്, ഒന്നാമത് തുണിയിട്ടുള്ളത് ചുവന്ന തുണിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാലോ എന്താണ് കാരണം. ചുവന്ന തുണിയാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ചുവന്ന തുണിയുടെ മുകളിൽ ഒരു ചരട് ഘടിപ്പിച്ചിട്ട്, അത് ആലുണ്ട് അവിടെ, ആലിൻ്റെ ചോട്ടിലാണത്. ആലിൻ്റെ മുകളിൽ അവിടെ ഒരു കപ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇപ്പുറത്ത് നിന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ തുണി ഇങ്ങനെ പൊന്തി വരും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായേനെ. രൂപം വന്നിട്ട് ഏതൊരുത്തൻ ആണെന്നുകൊണ്ട് എനിക്കറിയില്ല, ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ സ്റ്റാഫാണെന്നും അറിയില്ല, ഒരു പാൻറ് ഷർട്ടിട്ടുള്ള ഒരാൾ വന്നിട്ട് ഒരു വടി കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ആ തുണി പൊന്തിക്കുന്നൊരു കാഴ്ച വളരെ വിഷമം പിടിച്ചു കാണുമ്പോൾ തന്നെ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ.